ഖാല ലാ തഖാഫാ ഇന്നി മഅകുമാ അസ്മഉ വഅറാ. ഏതാ സൂറത്ത്? ത്വഹ. എടുത്തോക്ക് ആയത്ത് നമ്പർ എത്രയാണ്? പേടിക്കണ്ട, ഞാനെല്ലാം നിന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ നിന്നെ കാണുന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടാ, നീ പേടിക്കണ്ട. ആര് പറഞ്ഞു? പെട്ടെന്ന് എടുക്ക്. ആര് പറഞ്ഞു? ഇനി പറ. മൂസാക്ക് പേടിയില്ല. എന്തുകൊണ്ട്? മൂസ ചോറ് കിട്ടിയതാണ് അലൈഹിസ്സലാം. മൂസാക്ക് പേടിയില്ല. 16 ലക്ഷത്തിനും പേടിയാണ്. അള്ളാനെ കിട്ടണമെന്ന പൂതി നമുക്കില്ല. നമ്മളെ നിയ്യത്തിൽ ആരില്ല, അതല്ല. ഞാൻ ആശുറാവിനെ പരിചയപ്പെടുത്തിയതാണ്. അവസാനിപ്പിക്കുക. എന്താണ് ആശുറ? നമുക്ക് ആശുറ നോമ്പ് വെക്കണം സാർ. എന്നാൽ അമ്പിയാക്കൾക്ക് അള്ളാഹുവിനെ തേടിപ്പോയ ഈ വ്യക്തികൾ അനുഭവിച്ച കിരാതമായ തീർവാഴ്ചകൾ മറ്റുള്ള പരിസരത്ത് നിന്ന് ലഭിച്ചപ്പോൾ ഒരല്പാശ്വാസം അള്ളാഹു തആല ഒരിടവേള സ്വന്തം നാട്ടുകാർ അങ്ങാടി കൂടി അതച്ച് ചില നബിമാരെ ഈ ലോകത്ത് എൻ്റെ നാട്ടുകാരും അയൽവാസികളും സ്വീകരിക്കണമെങ്കിൽ ഉറപ്പിച്ചു, ആരാളല്ല, അള്ളാൻ്റെ ആളല്ല. അള്ളാൻ്റെ ആളെ ജനം സ്വീകരിക്കൂല. ഇന്നത്തെ ദിവസം എന്താ? ഇന്നത്തെ ദിവസം ആരെ പെരുന്നാളാ? അയ്യേ, ഒരുങ്ങി നടക്കാനുള്ള എല്ലാവരും വൈകുന്നേരം വരെ. എന്താണ് ഇന്നത്തെ ദിവസം എന്നുള്ള അന്തം നമുക്കില്ല. ഇന്ന് ആരുടെ പെരുന്നാളാ? അന്നെപ്പോലത്തെ ഇന്നെപ്പോലത്തെ ഒരു മുണുങ്ങാൻ നടക്കുന്ന ഒരു പെരുന്നാളല്ല. നമുക്ക് ഇന്നലത്തെ ഒരു മുണുങ്ങൽ കിട്ടി. കാരണം ഇന്നലെ എന്തുണ്ടായിരുന്നു പറയടാ? 9 നോമ്പ് പറ്റും. അപ്പൊ ഇന്നലെ നമ്മൾ മുണുങ്ങി, ഇനി നമ്മൾ ഇന്നും മുണുങ്ങാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് 9 കിട്ടി. ചമ്മന്തി 2 ദിവസം കിട്ടി. എന്ത് കിട്ടിയില്ല? ചോറ് കിട്ടൂല. കാരണം ചോറുണ്ട് എന്ന സംഗതി നമ്മളെ ചിന്തയിൽ ഇല്ല. നമ്മൾ ചോറ് തേടിയല്ല. തല കൊടുത്ത് ചിന്തിക്കണം. ഇതൊക്കെ വെറും നാടകങ്ങളാ ചങ്ങായിമാരെ. ഈ കാട്ടിക്കൂടൊക്കെ നാടകം അല്ലാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? നാടകം അല്ലാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഒറിജിനാലിറ്റി നമ്മളെ കയ്യിലുണ്ടാകണം. ഇപ്പം പോലീസുകാരനെ ഒരു നാടകത്തിൽ പോലീസാക്കിയാൽ, ഒരു നാടകത്തിൽ ഒരാൾ പോലീസായി അഭിനയിച്ചു. അപ്പോൾ ഈ നാടകം കണ്ടിരിക്കുന്ന ഒരാൾ എന്ത് വിചാരിച്ചു? എൻ്റെ മാല പോയിട്ടുണ്ട്, അത് നാടകം കഴിഞ്ഞാൽ മൂപ്പരോട് പറയാം. മനസ്സിലായില്ല? നാടകം കാണുന്ന ഒരാൾ എന്ത് ചെയ്യാണെന്നറിയോ? ഒന്റെ മാല മിനിഞ്ഞാന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നാടകത്തിൽ ഒരാൾ പോലീസായി കണ്ടു. അപ്പോൾ ഇവൻ എന്ത് വിചാരിച്ചു? ഏതായാലും 1.5-2 മണിക്കൂർ മൂപ്പരെ മുന്നിൽ ചിരിച്ചിരിക്കല്ലേ, അപ്പൊ നമ്മളെ മാല പോയ വർത്താനം നമുക്ക് മൂപ്പരോട് പറയാം എന്ന് വിചാരിച്ചതുപോലെയാണ് നമ്മളെ കാര്യം. പറയണമെങ്കിൽ മൂപ്പര് ആരായിരിക്കണം? പറയുടെ ചങ്ങായി. തൽക്കാലം പോലീസായി അഭിനയിക്കേണ്ട ഒരാൾ മുങ്ങി. അപ്പൊ തൽക്കാലം ഒറിജിനൽ പോലീസുകാരനോട് തന്നെ എന്ത് പറഞ്ഞു? നിങ്ങളോട് പേര് എന്നാ നീ മൂപ്പരോട് എന്തു പറയാ? എൻ്റെ ഇന്ത്യക്ക് ഈ നാടകം ഇത് ഒറിജിനൽ നാടകമാണെങ്കിൽ നമ്മളെ കൽബിൽ ആര് വേണം? നമ്മൾ ഒറിജിനൽ പോലീസാണ്. നാടകത്തിലെ പോലീസിനോട് മാല പോയത് പറഞ്ഞിട്ട് കാര്യമല്ല. ഉണ്ടോ? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? അല്ല നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഈ ജാതി അന്തക്കേട് പറഞ്ഞാൽ ആർക്കും ഉറക്കം വരില്ല. നിങ്ങൾ തല കൊടുത്ത് ചിന്തിക്കണം. പടച്ചോൻ നമുക്ക് ബോധം തരട്ടെ. എന്താ ഇന്നത്തെ ദിവസം? അതാദ്യം പറയും. ഇന്നത്തെ ദിവസം എന്താ? നമുക്ക് നോമ്പ് വെച്ചിക്കണേ നമ്മൾ. ഇന്നത്തെ ദിവസം എന്തെങ്ങനെ? ആദം കുടുങ്ങിയിട്ട് അള്ളാഹു തആല ചെറിയൊരു മോചനം കൊടുത്ത ദിവസം. തീയെ കിടക്കുന്ന ഇബ്രാഹിം അള്ളാഹു തആല ഒരു മോചനം കൊടുത്ത ദിവസം. മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ 40 ദിവസം കൂടിയായിരുന്നു. ആര്? സയ്യിദന യൂനുസ്. അവിടുന്ന് അള്ളാഹു ഒരു ആശ്വാസം കൊടുത്ത ദിവസം. കരഞ്ഞ് അള്ളാഹുവോട് പറഞ്ഞ് കരഞ്ഞിട്ട് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയ യാക്കൂബിന് അല്പം കാഴ്ച ശക്തി അള്ളാഹു തആല തിരിച്ചു കൊടുത്ത ദിവസം. നിങ്ങളിൻ്റെ കൂടെ എന്താ? മനസ്സിലാവേണ്ട പറഞ്ഞത്. യൂസുഫിനെ അള്ളാഹു തആല ജയിലിൽ നിന്ന് മോചിപ്പിച്ച ദിവസം. ഉറക്കപ്പറ, ചിന്തിക്ക്. എല്ലാം നഷ്ടപ്പെട്ട് എടറി നടന്നിരുന്ന സമയത്ത് അള്ളാഹു ലോകം കണ്ട ചക്രവർത്തിയായ സയ്യിദ് സുലൈമാന് വീണ്ടും അധികാരത്തിൻ്റെ ചെങ്കോൽ കാണിച്ചു കൊടുത്ത ദിവസം. അപ്പൊ കഷ്ടപ്പാടിലൂടെ
നടന്നിരുന്ന മനുഷ്യന്മാർക്കൊരു ചെറിയ ആശ്വാസം. 16 ലക്ഷം ജനങ്ങളെയും കൊണ്ട് ഫറോമാരുടെ തോന്നിയാസങ്ങൾക്ക് ഇവർ വിധേയരാകണം. അവരെയും കൊണ്ട് ഓടി. ഇന്നലെ രാത്രി സയ്യിദുനാ മൂസ 16 ലാഖ്, എത്ര? 16 ലക്ഷം എന്ന് ബൈബിളിലുണ്ട്. പുറപ്പാട് എന്നൊരു അധ്യായമുണ്ട് ബൈബിളിൽ. 16 ലാഖ്, 16 ലക്ഷം ഓടി. സൂയസ് മുനമ്പും കടന്ന് സിനായിലേക്ക് കയറണം. ഓടി ഓടണം, ഓടി 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 ഓടിയിട്ട് സൂയസ് മുനമ്പ് കടന്നാൽ സിനായിലേക്ക് കയറണം. സൂയസിന് ഇങ്ങനെ ഒരവസ്ഥ, സൂയസിന്റെയും ഉൾക്കടലിന്റെയും അഖബ ഉൾക്കടലിന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു മൃഗക്കൊമ്പ് പോലെയുള്ളൊരു സ്ഥലമുണ്ട്. അതാണ് ഭൂമാ പരിശുദ്ധമായ അമ്പിയാക്കളുടെ മഅബറായ അവർ വിട്ടുകിടന്ന അവരുടെ വഹയിന്റെ വിളനിലമായ സിനായി മരുഭൂമി. സിനായി മരുഭൂമി ഇങ്ങനെ ഓടുക, ഇവിടുന്ന് ഓടുക, നെയിൽ നദിക്കരയിൽ നിന്ന് ഓടുക, ഓടി 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 ഈ മുനമ്പ് ചുറ്റണം. ഇവിടുന്ന് 192 കിലോമീറ്റർ ഉണ്ട് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക്. അവിടെ 1859 മുതൽ 1869 വരെ ഇസ്മായിൽ പാഷയുടെ അന്ന് ഭരണാധികാരിയായിരുന്ന കാലത്ത്, അതായത് മുഹമ്മദ് അലി പാഷയുടെ മക്കളുടെ ഭരണകാലത്ത് AD 1859 മുതൽ AD 1869 വരെയുള്ള 10 വർഷക്കാലം കൊണ്ട് കുഴിച്ചുണ്ടാക്കിയതാണ് എന്ത് ലോക പ്രശസ്തമായ സപ്താത്ഭുതങ്ങളിൽ ഒന്നായ സൂയസ് കനാൽ. അക്കാലത്ത് അതില്ല. ഇത് BC 14-ാം നൂറ്റാണ്ടാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. ഇത് AD 19-ാം നൂറ്റാണ്ടിലാണ് സൂയസ് കനാൽ ഉണ്ടാക്കുന്നത്. അന്ന് ആ മുനമ്പ് ചുറ്റിയാൽ സീനായിലേക്ക് കയറാൻ അതിനുവേണ്ടി ഓടി. പക്ഷെ ബാക്കിലാണ് സയ്യിദുനാ മൂസ. എന്തുകൊണ്ട്? ശത്രു നേരെ ബാക്കിലുണ്ട്. ഈ സാധുക്കൾക്കൊക്കെ അയാളെ പേടിയില്ലാത്തൊരു മനുഷ്യനുള്ളത് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. കാരണം മൂസായുടെ കൂടെ ആരുണ്ട്? അല്ലാഹുണ്ട്. അതാ കാരണം നീ പേടിക്കണ്ട. ഇന്നി മഅകുമാ അസ്മഉ വഅറ, ഞാൻ നിന്റെയും നിന്റെ ജ്യേഷ്ഠന്റെയും കൂടെ ഉണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. قال لا تخافا إني معكما أسمع وأرى. ഏതാ സൂറത്ത്? قال لا تخافا إني معكما أسمع وأرى. ഏതാ സൂറത്ത്? ത്വാഹ. എടുത്തോക്ക്, ആയത്ത് നമ്പർ എത്രയാണ്? പേടിക്കണ്ട, ഞാനെല്ലാം നിന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ നിന്നെ കാണുന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടാ, നീ പേടിക്കണ്ട. ആര് പറഞ്ഞു? പെട്ടെന്ന് എടുക്ക്. ആര് പറഞ്ഞു? പറ. മൂസാക്ക് പേടിയില്ല. എന്തുകൊണ്ട്? മൂസ ചോറ് കിട്ടിയാളാണ് അലൈഹിസ്സലാം. മൂസാക്ക് പേടിയില്ല. 16 ലക്ഷത്തിനും പേടിയാ. എന്തുകൊണ്ട്? അവർക്ക് ചോറ് കിട്ടിയില്ല. അല്ലാഹു തആല മക്കൾക്കൊക്കെ നാഫിയ ഇൽമു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സൂറത്ത് ത്വാഹ 46-ാമത്തെ ആയത്ത്. اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى قال ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا. മൂസാ നബി പറഞ്ഞു, എനിക്ക് പേടിയാ. അവൻ പെട്ടെന്ന് മുൻകോപിയ, ചാടി വീഴും, അവൻ അക്രമം ചെയ്യും. ഖാല, അപ്പോൾ അല്ലാഹു പറഞ്ഞു, ലാ തഖാഫ, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട. ഓ, അപ്പൊ ആരും പേടിക്കണ്ടെന്നില്ല. ഫിറോവിന്റെ ബാക്കിയുള്ളവരൊക്കെ പേടിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, എല്ലാവരുണ്ട്. എന്താ പറഞ്ഞ്? ഫിറോവിനൊന്നും ആരും പേടിക്കണ്ടെന്ന് പറഞ്ഞ്. കാല പറയും ഡോക്ടറെ, എന്താ പറഞ്ഞ്? കാല, അള്ളാഹു പറഞ്ഞു ലാ തഖാഫ.
ലാ തഖാഫാ. പറ, അർത്ഥം പറയും മൂല്യന്മാരെ. ലാ തഖാഫാ, നിങ്ങൾ രണ്ടാളും അവനെ പേടിക്കണ്ട. എന്തുകൊണ്ട്? ഇന്നീ മഅകുമാ, ഞാൻ നിങ്ങൾ രണ്ടാളും കൂടെ ഉണ്ട്. ഓ ഫിറഔനാര്, ചിലർ പറയുന്നുണ്ട് എന്ത് ഫിറഔൻ, എന്ത് പ്രധാനമന്ത്രി, എന്ത് മുഖ്യമന്ത്രി. ഇതാണ് ചെല്ല്. അതെനിക്ക് ഇവിടെ കൂളിമാലുള്ള ചായപ്പീടിയുടെ ബാക്ക് കൂത്തരുന്ന് പറയാം. എന്ത് നരേന്ദ്രമോദിയാണ്. ജിബടെ ഉണ്ടോ? ജിബടെ സ്ഥലത്തുണ്ടോ? ജിബടെ സ്ഥലത്തുണ്ടോ? പറയാം. ജിബടെ നിനക്ക് ഇവിടുന്ന് പറയാം. എന്ത് ട്രംപ് പറയാം, ഇവിടെ നിന്ന് പറയാം, അവിടുന്ന് വെച്ചു. എന്ത് സൽമാൻ രാജാവാണെന്ന് ഇവിടുന്ന് പറയാം. അവിടുന്ന് പറയണമെങ്കിൽ എൻ്റെ പാള് വേണം. കാല അള്ളാഹു പറഞ്ഞു. പറ മൂല്യന്മാരെ, എത്ര വട്ടം ഞാൻ തോടി. ലാ തഖാഫാ, അർത്ഥം പറയടാ. പേടിക്കണ്ടെന്നല്ല, നിങ്ങൾ രണ്ടാളും. ആരും ഓനെ പേടിക്കണ്ട, ഓനൊക്കെ ആരോടോ. അങ്ങനെയാണോ അള്ള പറഞ്ഞ്? ഫിറൗനൊക്കെ ആരോടോ? എന്തിനാണ് ഫിറൗനെ പേടിക്കുന്നത്? അങ്ങനെയാണോ അള്ള പറഞ്ഞത്? അല്ല, പിന്നെന്താ പറഞ്ഞത്? ലാ തഖാഫാ, നിങ്ങൾ രണ്ടാളും അവനെ പേടിക്കണ്ട. എന്തുകൊണ്ട് പേടിക്കണ്ട? ഇന്നീ മഅകുമാ, നിങ്ങളെ രണ്ടാളും കൂടെയും ഞാനുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പൊ 16 ലക്ഷത്തിനും പേടിയുണ്ട്. മൂസാ നബി വേക്കിൽ നിന്നു. എന്തുകൊണ്ട്? മുന്നിലുള്ളവർക്ക് പറടോ പേടിയുണ്ട്. മുന്നിലുള്ളവർക്ക് ആർക്ക് പേടിയില്ല? മൂസാക്കും ഹാറൂനും ഇല്ല. എന്തുകൊണ്ടില്ല? അവരെ രണ്ടാളും കൂടെ ആരുണ്ട്? അല്ലാഹു ഉണ്ട്. നമ്മക്കാരെ പേടിയില്ലാത്തത്? നമുക്ക് എല്ലാവരും പേടിയുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് ആരില്ല, അന്നല്ല. പറയാം, എൻ്റെ ഓളോട് പറയാം. എന്ത് ട്രംപ് ഓനെ കക്കാണ്ട ചവിട്ടത് രണ്ടു കൊടുക്കും. അപ്പോ ഓളത്താത്തനോട് പറയാം, എൻ്റെ കാക്ക പറഞ്ഞ മഴ മൂപ്പരം മുമ്പിൽ ട്രംപ് പെടാതെ ഭാഗ്യം ആട്ടാപ്പ കൊടുക്കും. അത് ഓളോട് പറയാം. ഓൾക്ക് ഓളെ കുഞ്ഞാത്താനോടും പറയാം. അപ്പൊ ഓളെ അമ്മായിമാനോട്, ഓളെ ഉമ്മാനോട്, ഓൻ്റെ അമ്മായിമാനോടും ഒക്കെ പറയാം. അമ്മായിമക്കും അയൽവാസിനോട് വിളിച്ച് എന്ത് പറയാ? ഓനൊരു പിരാന്തനാ, ഓൻ ട്രംപിന് തല്ലും. ഇവിടെ കുത്തരുന്ന് പറയാ. അത് പറയണവരുണ്ട്. ഓരോ കൂടെ ആരുണ്ടാകണം. ആശുറാ നോമ്പുണ്ടായിട്ട് കാര്യമല്ല. ഇപ്പൊ നമ്മളെ കൂടെ എന്താ ഉള്ളത്? പറയട ചങ്ങായി, നമ്മളെ കൂടെ എന്താ ഉള്ളത്? ആശുറാ നോമ്പ്. ഇന്നലെ എന്തായിരുന്നു? താസുആ നോമ്പ്. നീ 11 കൂടി നോമ്പില്ലാത്തിലുള്ള അടങ്ങാറില്ല നമ്മൾ. കാരണം ഷഹ്റുല്ലാഹിൽ മുഹറം അള്ളാഹിന്റെ മാസല്ലേ. 30 ദിവസം അള്ളാഹു തആല സുന്നത്താക്കി കൂടായിരുന്നു. അള്ളാഹ് 30 ദിവസം സുന്നത്താക്കാത്തിലുള്ള ഇടങ്ങേറിലാണ് ഇപ്പം നമ്മളൊക്കെ ഉള്ളത്. നമ്മളെ കൂടെ എന്തുണ്ട്? നോമ്പുണ്ട്. ആരില്ല? അല്ലല്ലട ചങ്ങായി. നമ്മളെ കൂടെ വേണ്ടത് നോമ്പല്ല. എന്ത് നോമ്പ് ചങ്ങായി? ഒരൊറ്റ നോമ്പ് നിൽക്കാതെ സ്വർഗത്തിൽ കയറുന്ന ഒരാളെ പേര് പറയട്ടെ. ഫർളന് വന്നിട്ടില്ല, പുറത്ത് പറയരുതിട്ടാ, പുറത്ത് പറയരുത്. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറയുന്നത്. ഒറ്റ നോമ്പ് നോൽക്കാതെ സ്വർഗത്തിന്റെ മണിമാളികയിൽ കയറി കുത്തിരിക്കുന്ന ഒരാളെ പേര് പറയട്ടെ. ഖദീജ ബീവിയുടെ ചങ്ങായി. എന്ത്? മുത്തുനബിൻ്റെ 50ാമത്തെ വയസ്സിൽ ഖദീജ വഫാത്തായി. മുത്തുനബിൻ്റെ 54ാമത്തെ വയസ്സിലാണ് എന്ത് വരുന്നത്? റമളാൻ നോമ്പ്. ഹിജ്റ 2 ഹിജ്റ 53ാമത്തെ വയസ്സ്. നോമ്പ് വരുന്നത് 54ാമത്തെ വയസ്സ്. ഖദീജ ബീവിയോ 50 മരിച്ചു. ജിബ്രീൽ വന്ന നബിയോട് പറഞ്ഞു, ഖദീജാന്റെ കാര്യം നിങ്ങൾക്ക് കേൾക്കണോ നബിയെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മണിമാളിക ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്ക്? ഖദീജ ബീവിക്ക്. പുറത്തു വരണ്ട. നമ്മൾ ഈ 5 വക്ത് നിസ്കാരം ആർക്കില്ല. ഞാൻ നിങ്ങളായതുകൊണ്ട് പറയട്ടോ, ആർക്കില്ല, ഖദീജയ്ക്കില്ല. റമളാൻ നോമ്പുമില്ല. നമ്മളെ ഈ കാണുന്ന 5 വക്ത് നിസ്കാരമില്ല. ഹജ്ജിൻ്റെ ഉംറയും കാര്യം പറയും വേണ്ട, അതുമില്ല, ഒന്നുമില്ല. ഖുർആൻ ഖത്തം തീർത്തിട്ടല്ല. ഖത്തം അള്ളാഹ് തീർത്താലല്ലേ ഖദീജക്ക് തീർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല?
അള്ളാഹ് തീർക്കണത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ഖബ്ല സലാസി ലയാലി മിൻ വഫാത്തി റസൂലില്ലാഹ് ഔ ഖബ്ല സലാസി സഅഅതി മിൻ വഫാത്തി റസൂലില്ലാഹ്. വഫാത്തിന്റെ 3 മണിക്കൂർ മുമ്പെന്നുണ്ട്, 3 ദിവസം മുമ്പെന്നും അഭിപ്രായമുണ്ട്. വഫാത്തിന്റെ 3 മണിക്കൂർ മുമ്പാണെന്നും അഭിപ്രായമുണ്ട്. ആ അവസാനത്തെ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന പരിശുദ്ധ അൽ ബഖറയിലെ ആ ആയത്തിറങ്ങുന്നത് ഹബീബ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പോ ദിവസങ്ങൾക്ക് 3 ദിവസങ്ങൾക്ക് മുമ്പോ ആണ് അവസാനത്തെ ആയത്തിറങ്ങുന്നത്. അപ്പോഴല്ലേ ഖത്തം തീരുള്ളൂ. ഖദീജ ബീവിക്ക് എന്തിനും സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ സ്വർഗത്തിലൊക്കെ തന്നെ പല സൂറത്തും ഇങ്ങനെ ഓതന് കേട്ട ഖദീജ ബീവി എന്താ പറയുക, പൊന്നാരെൻ്റെ മക്കളെ ഇതൊന്നും ഞാനുള്ള കാലത്ത് ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പം നോമ്പുമില്ല നിസ്കാരമല്ല, ആരുണ്ട്? അള്ളാണ്ട്. നമുക്ക് നോമ്പും നിസ്കാരമുണ്ട്, ആരില്ല? അള്ളല്ല. അള്ളാനെ കിട്ടണമെന്ന പൂതി നമുക്കില്ല, നമ്മളെ നിയ്യത്തിൽ ആരില്ല? അള്ളല്ല. ഞാൻ ആശുറാവിനെ പരിചയപ്പെടുത്തിയതാണ്, അവസാനിപ്പിക്കുക. എന്താണ് ആശുറാ? നമുക്ക് ആശുറാ നോമ്പ് വിൽക്കണം സാർ. എന്നാൽ അമ്പിയാക്കൾക്ക് അള്ളാഹുവിനെ തേടിപ്പോയ ഈ വ്യക്തികൾ അനുഭവിച്ച കിരാതമായ തേർവാഴ്ചകൾ മറ്റുള്ള പരിസരത്ത് നിന്ന് ലഭിച്ചപ്പോൾ ഒരല്പാശ്വാസം അള്ളാഹു താല ഒരിടവേള സ്വന്തം നാട്ടുകാർ അങ്ങാടി കൂടി അതച്ച് ചില നബിമാരെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നബിമാരുടെ അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ലറബഹു ഖൗമുഹു, സ്വന്തം നാട്ടുകാർ ആ നബിയെ അടിച്ചു. ഫഅദ്മൗഹു, ചോര കണ്ട് ഒലിപ്പിച്ചു. അപ്പം അന്ന കുറ്റിക്കാട്ടൂർ അങ്ങാടി കൂടി അടിച്ചു വിടുക, അടിക്കുക. ആ അങ്ങാടി തന്നെയാണ് എൻ്റെ പെണ്ണുങ്ങൾ കുട്ടികൾ പറക്കുന്നത്. അന്നെ ബാംഗ്ലൂരിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ ആരും അറിഞ്ഞില്ല നിൽക്കുക. 2 ആഴ്ച മുറിയും കാര്യമൊക്കെ കഴിയണ വരെ ആരും പുറത്തൊന്നും അറിയാതെ ഞാൻ ഇവിടെ ടൂറിലാണെന്ന് പറഞ്ഞ് ഫോണും ചെയ്ത് കുത്തിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് എവിടെ പറയണ ചങ്ങായി, എനിക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പറയണ മനസ്സിലായില്ലേ? ചിന്തിക്കടാ. എന്നെ പത്തപ്പര്യത്തത്തിൽ കൂടി അടിക്കുക, എന്നെ കൊണ്ടോട്ടി കൂടി അടിക്കുക, ഇവനെ ഓമാനൂർ കൂടി അടിക്കുക, ഇവനെ എന്താ പറയുക പത്തനാപുരത്ത് കൂടി അടിക്കുക, എന്നെ മൂത്തോടത്ത് കൂടി തല്ല. അല്ലാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ആരെ തല്ലണ്? ഒരു നബിയെ റസൂള്ള പറഞ്ഞു തരിക. ഞങ്ങൾക്ക് റസൂള്ള ചരിത്രം പറഞ്ഞു. ഒരു നബി, ആ നബിയെ വറബഹു ഖൗമുഹു, ആ നബിയുടെ സ്വന്തം അയൽവാസികൾ അടിച്ചു. ചോര ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഒഴുകി. ഓഹോ യഖൂൽ അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ചോര പൊട്ടി പൊട്ടി നാട്ടിലൂടെ അടിക്കുക. ഓരോരുത്തരും അടിക്കുമ്പോഴും ആ നബി എന്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു? പടച്ചോനെ അവർക്ക് നീ പുറത്തു കൊടുക്കും, വിവരമില്ലാത്തവരാണ്. എങ്ങനെയുണ്ട്? അവരെ പെരുന്നാളാണെന്ന്, അല്ലാതെ എൻ്റെ ആശുറ അല്ല, എൻ്റെ മട്ടൻ തിന്നുന്ന ദിവസമല്ല. ഉച്ചൻ്റെ ശേഷം വൈകുന്നേരം നോമ്പറക്കലുണ്ട് പണി. അപ്പോൾ ബീഫ് ഒരാൾ ഏറ്റിരുന്നു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു മട്ടനാക്കാം. അപ്പോൾ മട്ടനാക്കുക എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി പൈസ വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ ആളുകളോട് പറഞ്ഞു നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കുറക്കാം, ഒരു 10 കിലോ കുറച്ച് പോരെ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു കുറക്കണം, വർധനം പറയും. അപ്പം നമുക്ക് ആശുറ എന്ന് പറഞ്ഞാൽ എന്താണ്? ബീഫ് തിന്നണം, പിന്നെ കുറക്കരുത്, മട്ടൻ തിന്നണം. ഈ കൂട്ടത്തിൽ ആ മാൻ ഇരിക്കുന്നുണ്ട്, ഈ കൂട്ടത്തിൽ ആ മാനുണ്ട്, ആ മാൻ ഇവിടെ ഉണ്ട്. ആ മാനും ഞാനും തമ്മിൽ തല്ലല്ലാത്ത ഒക്കെ നല്ല കഴിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ആശുറ എന്താണ്? ബീഫ് അല്ലെങ്കിൽ മട്ടൻ തിന്നണം. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, മട്ടനെ എങ്ങനെ നിങ്ങൾ ഇത്രയും ആളുകൾക്ക് മട്ടൻ എത്തിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉരുളക്കിഴങ്ങിടും, ഉരുളക്കിഴങ്ങിന്റെ വർത്താൻ തന്നെ പറയണം. അപ്പൊ നമ്മളെ ആശുറ എന്താ? ഉരുളക്കിഴങ്ങില്ലാത്ത മട്ടൻ, ഉരുളക്കിഴങ്ങില്ലാത്ത ബീഫ്, ഇതാണ് നമ്മളെ ആശുറ. എന്ത് സത്യം പറ. നമുക്ക് അതിൻ്റെ അപ്പുറം നമ്മൾ കഴിഞ്ഞ് നമ്മളിത് മേ നിറ 4 ദ്വാരം ദ്വാർന്നാൽ നമ്മൾ ദ്വാരക്കുമ്പോൾ എന്തേ ഉള്ളൂ? നമ്മൾക്ക് പടച്ചോ നമുക്കാരാ? പടച്ചോ നമുക്കാരാ? എൻ്റെ 2 വയസ്സായ കുട്ടിക്ക് ചാരാ? എൻ്റെ മോൾക്ക് 2 വയസ്സായ കുട്ടിയുണ്ട്. അപ്പം ഈ കുട്ടി ഞാൻ വണ്ടി വീട്ടിൽ വരുന്നോട് കൂടെ പാഞ്ഞു വരും. കാരണം എന്തെങ്കിലും മുട്ടായോ ബിസ്ക്കറ്റോ
ഉണ്ടാവും. അപ്പൊ ആ കുട്ടിക്ക് ഞാനാരാ? പറയുടെ ചങ്ങായി. ആ കുട്ടി ആഗ്രഹിക്കുന്നത് എത്തിച്ചു കൊടുക്കുന്ന ആള്. ഒരു മനസ്സിലാവണ്ടേ പറഞ്ഞത്? ഒരു ദിവസം ഞാൻ മുട്ടായി കൊടുത്തില്ല. അപ്പോൾ അന്ന് മുതൽ എന്ത് പറയും? ഇപ്പപ്പാനെ എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ല? ഒരു ദിവസം മുട്ടായി കൊണ്ടേ കൊടുത്തില്ല. അപ്പോൾ കുട്ടി എന്ത് പറയാൻ തുടങ്ങി? അതന്നെടാ എനിക്കും നിനക്കും റബ്ബ്. എന്റെ റബ്ബാരാ? നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ. എന്റെ റബ്ബാരാ? എന്റെ റബ്ബാരാ? എന്റെ റബ്ബാരാ? അതൊക്കെ ഇംഗ്ലീഷാ. അതൊക്കെ പുറത്തു പോയി പറഞ്ഞാൽ മതി. പള്ളിയിൽ ഇവിടെ പറയാം എൻ്റെ റബ്ബാരാ. ഇജ് ചോദിക്കണത് തരുന്നോനല്ലടാ എൻ്റെ റബ്ബ്. എൻ്റെ റബ്ബ് ട്രഷറിയാ, അല്ലാത്ത റബ്ബാർക്കടുള്ളത്. നമ്മൾ മേ ഒക്കെ തരണം. ഇല്ലെങ്കിലോ എന്തു പറയും? നമ്മളെപ്പോലത്തെ ഒന്നും അള്ളാഹിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആണോ അല്ലേ? പറയടാ. അതിൻ്റെ അപ്പുറത്ത് രാവുലിയുണ്ട്, ഈ കയ്യൊന്തിക്കടാ. എൻ്റെ റബ്ബ് അതല്ല എന്ന് പറയാൻ പറ്റിയ ആൺകുട്ടികളുണ്ടെങ്കിൽ കയ്യൊന്തിക്കടാ. ആരട? മനസ്സിലായോ? ആരടാ എൻ്റെ റബ്ബ്? ആരടാ എൻ്റെ റബ്ബ്? ഇജു ഞാനൊക്കെ തന്നെ. മനസ്സിലായോ പറഞ്ഞത്? എൻ്റെ മകൾ ആയിഷയുടെ മകൾ ആയ അവൾക്ക് ആ ചെറിയ 2 വയസ്സായ കുട്ടിക്ക് എന്താണോ ഞാന്, അതാണ് എനിക്ക് റബ്ബ്. ആ മുട്ടായി ഉണ്ടെങ്കിൽ കാറ് വരുന്നോടുകൂടെ വാങ്ങി വരും. നമ്മൾ എന്ത് കൊടുക്കണം? മുട്ടായി, ചോക്ലേറ്റ് എന്തേലും കൊടുക്കണം, ബിസ്ക്കറ്റ് എന്തേലും കൊടുക്കണം. അപ്പൊ നമ്മളെ കൈ പിടിച്ച് ഇറക്കി സിറ്റ് ഔട്ട് കൊണ്ടേ ഇപ്പപ്പാണ്, ആ ഇപ്പപ്പാന്റെ കുട്ടിയാണ്, എന്റെ ഇപ്പപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഒരു ദിവസം മുട്ടായി ഇല്ലെങ്കിൽ എന്ത് പറയും? ഇപ്പപ്പാനേക്ക് ഇഷ്ടമാണ്. ഇതന്നെ ആൻറ്റി റബ്ബ്. എന്ത് അങ്ങനെ തന്നെയല്ലേ? പറയണ എങ്ങായി ഈ 10 കൊല്ലമായിട്ടൊരു കാര്യം ദ്വാർന്നിട്ട് തരുന്നില്ലെങ്കിൽ എനിക്ക് റബ്ബിൻ്റെ എന്താ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല, മയലിന്ന് പുറത്താക്കുമല്ലോ. അത് പഠിച്ചില്ല. മയലുമാണല്ലോ. എന്തിനാ മയല്? ഞമ്മക്കിങ്ങനെ ഇടക്കിടക്ക് പെൺകുട്ടികളെ കെട്ടിക്കണമെങ്കിലും എന്ത് വേണം? പറടാ. ചത്ത കുഴിച്ചിടാൻ സ്ഥലമാണല്ലോ. അതിനുള്ളതാണ് എന്ത്? ബഹുമാനപ്പെട്ട മയല്. അപ്പൊ പടച്ചോന് എന്റെ പേരക്കുട്ടി പറയുന്നത് പോലെ ഇപ്പപ്പാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ എനിക്ക് പൂതിയുണ്ട്. പക്ഷേ എൻ്റെ കുട്ടികളെ കെട്ടിക്കലും മനസ്സിലായില്ല. എൻ്റെ എണ്ണയും വെള്ളം പുണ്ണാക്കും ഒക്കെ എൻ്റെ മരമൊക്കെ കൊണ്ടുവരുമ്പോൾ ദ്വാരക്കാൻ ഒരാൾ വരണല്ലോ പെരീക്ക്. അതൊക്കെ അവിടുന്നല്ലേ വരിക. മനസ്സിലായോ? അതിനൊരു മല്ല് വേണമല്ലോ. അതുകൊണ്ട് എന്ത് പറയില്ല, പടച്ചോൻ എനിക്ക് ഇഷ്ടമല്ല പറയണില്ല എന്നേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. കാരണം നമ്മളൊന്നും പടച്ചോനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആരാണ് പടച്ചോൻ? പടച്ചോനാരാ? പടച്ചോനാരാ? പറയാ പടച്ചോനാരാ? പടച്ചോനാരാ? ഇപ്പൊ എന്റെ വീട്ടിന് തറക്കല്ലിടായിരുന്നു കഴിഞ്ഞ ആഴ്ച, ഞാനും പോയി. ഇനിയിപ്പോ ഇവന് പടച്ചോനാരാന്നറിയോ? ആരാണ്? ഒരു 6 മാസം കൊണ്ട് പെരണ്ടായി കിട്ടിയാൽ ഇവനെന്താ പറയാ? ഉദാഹരണം പറയും, ഒന്നല്ല കുട്ടിയാണ്, എന്നാലും പറഞ്ഞ വെക്കണ്ട. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പെരണ്ടായി അൽഹംദുലില്ലാഹ്. ആ തറ അവിടെ തന്നെ കടന്നു 4 കൊല്ലത്തിന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ? ഞാനും പെണ്ണുങ്ങളും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാരക്കായി ഒന്നല്ല ഒന്നും പറഞ്ഞിട്ട് നമ്മൾ പോലത്തെ പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പപ്പാൻ എനിക്ക് ഇഷ്ടമല്ല. ഇതല്ലേ നമ്മളെ പഠിച്ചോൻ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിന്റെ റബ്ബ് നിന്റെ ഖാലിഖാണെന്നൊരു ബോധം നിനക്കില്ലല്ലോ, അത് നമുക്കില്ലല്ലോ. നമ്മൾ ദ്വാരക്കണ് തരുന്ന ആളാണ് ആര്? പഠിച്ചോൻ. നമ്മൾ ദ്വാരക്ക ഓൻ തരിക. ഓൻ വലിയ ബിഗ് ട്രഷറിയുള്ള ആളാണ്. പിന്നെ ഓന് തന്നൂടെ? ഓൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനുഹു, എല്ലാ ഖജനാവും എനിക്ക് നിറഞ്ഞെടുക്കാം. പിന്നെന്താ നമ്മൾ ചോദിച്ചാൽ തരുന്നതിന്? അപ്പം നമ്മൾ ദ്വാരക്ക ഓൻ തരിക. ദ്വാരക്ക ഉണ്ടെങ്കിൽ എല്ലാവരും എന്നെ അംഗീകരിക്കും. ആരാണ്? വലിയ മൂമിന. ഒരുത്തൻ ദ്വാരക്കണില്ലെങ്കിൽ ഓനെ പറ്റി ഓനെ നമുക്ക് മനസ്സിലാകണില്ല. ഓനൊരാൾ എന്താണ് ഒരു അഗ്നോസിസ്റ്റോ എന്താന്ന് മനസ്സിലാവണില്ല. ദ്വാരക്കനുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ആരാണ്? മൂമിനാണ്.
ഞാൻ ഇന്നലെ രാത്രി ദ്വാരക്കാനും നിന്നും ദ്വാരക്കണേ. എന്താ ദ്വാരക്കണത്? എനിക്കിപ്പോ എന്റെ പാസ്പോർട്ട് ഒന്നും കൂടി ക്ലിയർ ആകണം, പിന്നെ എനിക്ക് വിസ വരണം. റബ്ബേ, നിന്നെ പറ്റിയുള്ള ഒരു ബോധം എന്റെ കൽബിൽ ഉണ്ടാകണമേ എന്നായിരുന്നു ഇന്നലെ കൂടുതൽ ദുആ എന്ന് ആരുണ്ടെങ്കിലും ഓൽക്ക് കൈകൊണ്ടിരിക്കാം. റബ്ബേ ഇന്നലെ രാത്രിയുടെ മുഅ്ളമുൽ ഔഖാത്തും ഒരാൾ ദുആ ചെയ്തില്ല, ഭൂരിഭാഗം ദുആയും റബ്ബേ നിന്നെ പറ്റിയുള്ള ഒരു ബോധം എന്നും എന്റെ കൽബിൽ ഉണ്ടാക്കണമേ, ആ ബോധത്തിലല്ലാതെ ചിന്നെ മരിപ്പിക്കരുതേ എന്നായിരുന്നു ആശുറാന്റെ രാത്രിയിൽ. അതേ മഖ്ബൂലായ രാത്രിയാണല്ലോ, ഇന്നലെ രാത്രിയിൽ ഭൂരിഭാഗം ദുആയും അതായിരുന്നു എന്ന് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് കൈബന്ധിക്കാം. ഓന് വേണ്ടി ഇവിടെ ദുആ ഇറക്കും. ഒരാളുണ്ട്. اللهم اغفر له 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 آمين آمين برحمتك يا ارحم الراحمين.